ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നമോ ടിവി തുടങ്ങിയതിൽ വിശദീകരണം നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തോടാണ് വിശദീകരണം തേടിയത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ നമോ ടിവി തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തോടാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യം, തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകുന്നതിനിടെ നമോ ടിവി എന്ന പുതിയ ചാനൽ ലോഞ്ച് ചെയ്യുന്നു. അതിലൂടെ പ്രധാനമന്ത്രിയുടെ റാലികൾക്ക് വലിയ പ്രചാരണമാണ് നൽകുന്നത്. ഇത് പൂർണ്ണമായ അനുമതികളോടുകൂടിയാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കമ്മീഷൻ നടപടിയെടുക്കണമെന്നായിരുന്നു ആവശ്യം. വാർത്താവിതരണ മന്ത്രാലയത്തോട് ഇതേ വിശദാംശങ്ങൾ തന്നെയാണ് കമ്മീഷൻ ആരാഞ്ഞിരിക്കുന്നത്. വാർത്താവിതരണ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതൊരു ഔദ്യോഗിക ചാനലല്ല, മറിച്ച് ഒരു പരസ്യ പ്ലാറ്റ്ഫോം മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പോലും പ്രധാനമന്ത്രിയുടെ റാലികളൊക്കെ സംപ്രേഷണം ചെയ്യാൻ ഈ ചാനലിന് കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അക്കാര്യം പരിശോധിച്ചുകൊണ്ട് കമ്മീഷൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ മാർച്ച് 31 മേ ബി ചൌക്കീദാർ എന്ന പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടി അരമണിക്കൂർ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തതിനെയും പ്രതിപക്ഷം ചോദ്യം ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ കമ്മീഷൻ ദൂരദർശന്റെ വിശദീകരണവും തേടിയിട്ടുണ്ട്. ശരി ഉണ്ണി.